എനിക്കെന്തോ എല്ലാരും നമ്മളെ ഒഴിവാക്കും പോലെ തോന്നുന്നു. വരനെ കാണാൻ പോകുന്നത് തെറ്റാണോ? ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ അണ്ണാത്തെ ഇപ്പോൾ സൺ നെക്സ്റ്റിൽ ആസ്വദിക്കാം. എന്നും ചിന്നു നമ്മളോടൊപ്പം ഉണ്ടാവില്ല. എന്നെങ്കിലും ചിന്നുവിനെ അവളുടെ അമ്മയെ ഏൽപ്പിക്കണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുള്ള അവസരത്തിൽ ഇപ്പൊ വന്നിരിക്കുന്നത്. മോളുടെ അമ്മ താനല്ലെന്ന് പറയുന്നതോടെ വീട്ടുകാർക്ക് തന്നോടുള്ള ദേഷ്യം തീരും. കുട്ടികൾ ഉണ്ടാവില്ല എന്ന കാരണത്താൽ ഏട്ടൻ മോളെ വളർത്തുന്നു. അതിന് ആർക്കും എതിർപ്പുണ്ടാവില്ല. ഒരു കണക്കിന് അപ്പം മോള് വളരുന്നത് അവളുടെ പെറ്റമ്മയ്ക്കൊപ്പമായിരിക്കും. നമ്മൾ ആഗ്രഹിച്ചത് തന്നെയല്ലേ. ഏട്ടന്റെ ജീവിതത്തില് ഒരു പരിക്ക് കേൾക്കില്ല. ചിന്നു അവർക്കൊപ്പം വളരുകയും ചെയ്യും. താനെന്താ മറുപടി ഒന്നും പറയാത്ത? ചിന്നുവിനെ പിരിയുന്നതിൽ തനിക്ക് വിഷമമുണ്ടോ? വിഷമമുണ്ടായിട്ട് എന്ത് കാര്യം രാഹുൽ? ചിന്നു വളരേണ്ടത് അവളുടെ അമ്മയ്ക്കൊപ്പം തന്നെയല്ലേ? പിന്നെ നമ്മുടെ വീട്ടില് നമുക്കൊപ്പം തന്നെ അവളുണ്ടല്ലോ. അതൊരാശ്വാസമല്ലേ? റോഷൻ സാറ് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള സത്യം പോലും സ്വപ്നയോട് പറഞ്ഞിട്ടില്ല. പിന്നീടല്ലേ ബാക്കി കാര്യങ്ങൾ. ഇനി എല്ലാം പറഞ്ഞാൽ തന്നെ സ്വപ്ന അതിന് സമ്മതിക്കോ? എനിക്ക് തോന്നുന്നില്ല. ചിന്നുവിനോട് സ്വപ്നയാണ് ചിന്നുവിനെ പെറ്റമ്മെന്ന് പറയണം. ഇത് സ്വപ്നയോടും പറയണം. പക്ഷെ ഇത് ഏട്ടനറിയരുത്. കുഞ്ഞിനേട്ടൻ വളർത്തുമല്ലോ. മോള് കൂടുതൽ അടുത്ത ശേഷം എല്ലാം പറയാം. സ്വപ്ന അറിഞ്ഞുകൊണ്ട് ചതിച്ചതല്ല. സാഹചര്യം അവളെ കൊണ്ട് ചെയ്യിച്ചാന്ന് മനസ്സിലായ ഏട്ടന് മനസ്സലിവുണ്ടാവും. റോഷൻ സാറിനെ ചതിച്ചതുപോലെ ആവോ? ഏയ്, അവരുടെ കുടുംബജീവിതം തകരാതെ പ്രശ്നം സോൾവ് ചെയ്യല്ലേ ചെയ്യുന്നത്. പിന്നെ മോളെ വളർത്തുക എന്നത് ഏട്ടന്റെ ആഗ്രഹമല്ലേ. ആദ്യം ചിന്നുവിനോട് സ്വപ്നയാണ് അവളുടെ അമ്മ എന്നുള്ള സത്യം പറയണം. അത് കഴിഞ്ഞു മതി സ്വപ്നയോട് ഏട്ടനോട് ഇത് സംസാരിക്കുന്നത്. എങ്ങനെ പറയൂ അവളോട്? താൻ ടെൻഷൻ അടിക്കണ്ട. അതിനുള്ള അവസരം വരട്ടെ. സമയമുണ്ടല്ലോ. എന്തായാലും ചിന്നുവിനോട് സത്യം പറഞ്ഞേ പറ്റൂ. എന്തായി? തന്റെ കുഞ്ഞിനെ നാട് കടത്തിയോ? സേതുവിന്റെയും സുരിതയുടെയും കൈകളിലെത്തിച്ചോ? ചിന്നു വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ ഒരു വഴിയും കാണുന്നില്ല. ചിന്നു സ്കൂളിൽ പോകുന്നുണ്ട്. സേതുവിനെ സുനിത ഇക്കാര്യം അറിയിക്കണം. അവര് സ്കൂളിൽ ചെന്ന് തന്ത്രപരമായിട്ട് ചിന്നുനെ തട്ടിക്കൊണ്ടു പോട്ടെ എന്ന് കരുതി. ഒന്നുകൂടി ആലോചിച്ചപ്പോ അത് അപകടകരാണെന്ന് തോന്നി. ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചു. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ പ്രിയ. ഞാനൊരു പ്ലാൻ പറയാം. താനൊരു ടൂർ പ്ലാൻ ചെയ്യണം. തനിക്കൊപ്പം റോഷനും രാഹുലും കീർത്തിയും ചിന്നും ഒക്കെ ഉണ്ടാവണം. എവിടെയാണ് ടൂർ പോകുന്നതെന്ന് സേതുവിനെയും സുനിതയും അറിയിക്കുക. മറ്റാരും അറിയാതെ അവരവിടെ എത്തണം. കുഞ്ഞിന് തന്ത്രപൂർവം അവിടെ വെച്ച് അവരുടെ കൈകളിൽ എത്തിക്കണം. നമുക്ക് പരിചയമില്ലാത്ത ഇടാവുമ്പോ എളുപ്പമാണ്. അവരെപ്പോഴും കുഞ്ഞിന്റെ കൈപിടിച്ച് നടക്കണമെന്നില്ലല്ലോ. കുഞ്ഞ് എങ്ങനെയോ മിസ്സായിന്ന് വരുത്തി തീർക്കണം. പോലീസ് അന്വേഷണമൊക്കെ നടക്കില്ലേ? കുഞ്ഞിന്റെ ബന്ധുക്കളായ സേതുവും സുനിതയും കൊണ്ടുപോയതാണെന്ന് പിന്നീട് അവരറിഞ്ഞെന്നിരിക്കട്ടെ. എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? അമ്മയാണെന്ന് കള്ളം പറഞ്ഞ് കുഞ്ഞിനെ കൂടെ താമസിപ്പിച്ചു എന്ന് മറ്റൊരു പരാതി കൊടുത്ത ഈ കീർത്തിയുടെയും രാഹുലിന്റെയും കഥ തീർന്നില്ലേ? അതുകൊണ്ട് തന്നെ കുഞ്ഞ് മിസ്സായ അവര് കൂടുതൽ അന്വേഷണത്തിനൊന്നും തുനിയില്ല. സുനിതയോടും സേതുവിനോടും ഏറ്റുമുട്ടാനും നിൽക്കില്ല. സത്യം അറിയുമ്പോ ചിന്നു അവരെ വെറുക്കും. അമ്മയാണെന്ന് കള്ളം പറഞ്ഞ് കീർത്തി ചിന്നുവിനെ പറ്റിക്കല്ലേ ചെയ്തത്. കുഞ്ഞ് സേതുവിന്റെയും സുനിതയുടെയും കൈകളിൽ എത്തിയതിനു ശേഷം ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. അവരോടും കുഞ്ഞിനോടും മാത്രം കുഞ്ഞിന്റെ അമ്മ നീയാണെന്ന് സത്യം പറയാം. റോഷനോ മറ്റുള്ളവരെ അറിയാതെ
കുഞ്ഞിനെ പുറത്തേതെങ്കിലും സ്റ്റേറ്റില് ബോർഡിങ്ങിൽ നിർത്തി പഠിപ്പിക്കുക. അല്ലെങ്കിൽ ആ കാര്യം മറന്നേക്കുക. സേതുവും സുനിതയും കുഞ്ഞിനെ വളർത്തട്ടെ. ഇതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം ടൂറ് പ്ലാൻ ചെയ്യാം. കുഞ്ഞിനെ സേതുവിന്റെയും സുനിതയുടെയും കൈകളിലെത്തിക്കാൻ നോക്കാം. അതാ വേണ്ടത്. ഞാനും റോഷനും ചേർന്ന് ടൂർ പ്ലാൻ ചെയ്തു കരുതുക. കീർത്തിയും രാഹുലും ചിന്നും കൂടെ വരണമെന്നില്ല. അത്ര നല്ല അടുപ്പത്തിലല്ലോ ഞാൻ. ഈ അടുപ്പൊക്കെ ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടോ? അതിനുള്ള സൂത്രമൊക്കെ തന്റെ കൈ കാണുമല്ലോ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, രാഹുലിനോടും കീർത്തിയോടും ചിന്നുവിനോടൊക്കെ സ്നേഹത്തിൽ ഇടപെടുക. അവരുടെ ദേഷ്യവും പിണക്കും ഒക്കെ അലിയിച്ചു കളയുക. ഈ നിമിഷം മുതൽ അത് തുടങ്ങണം. നോക്കാം. റോഷനെ മുന്നിൽ നിർത്തി ടൂർ പ്ലാൻ ചെയ്യാം. റോഷൻ തന്നെ അവരോട് സംസാരിക്കട്ടെ. അവര് വരൂടോ. സന്തോഷത്തോടെ നിങ്ങൾ ടൂറ് പോവും. വ്യക്തതയോടെ പ്ലാൻ ചെയ്താ തിരികെ വരുമ്പോ നിങ്ങളുടെ കൂടെ ചിന്നുണ്ടാവില്ല. ചിന്നു സേതുവിന്റെയും സുനിതയുടെയും കൈകളിലായിരിക്കും. പൊന്മാനെ പൂന്തേനെ മീ മിന്നി തെന്നും മീനെ കണ്ണാളെ പെണ്ണാളെ ഞാൻ സ്വപ്നം കണ്ടേ നിന്നെ ഒരു വട്ടം മെയ്യിൽ തൊട്ടോട്ടെ ഒരു കൂട്ടം കാതിൽ ചൊന്നോട്ടെ മഴവില്ലിൻ ചന്തം ചേരും ചിരി കണ്ടാലും വീഴും ചിങ്കാരം പൊന്നിടമേ വിടർന്ന കടമേ ഇലങ്ങും ചിലമേ കുറുമ്പിൻ കരിമേ എന്താ നിർത്തിയേ? എന്തു പറ്റി? അവള് വന്നാലെന്താ? മോക്ക് ഡാൻസ് ചെയ്യാൻ പാടില്ലേ? എനിക്ക് പേടിയായി ആന്റിയെ. എന്തിനു പേടിക്കുന്നേ? അവള് മോളെ വിഴുങ്ങുവോ? വിഴുങ്ങാനൊന്നും കഴിയില്ല. എനിക്ക് നല്ല തടിയില്ലേ. ആഹാ, സ്വപ്നയ്ക്ക് ചിരിക്കാനൊക്കെ അറിയോ? സ്വപ്നയല്ല, ഏട്ടത്തി അമ്മ. അങ്ങനെ വേണം വിളിക്കാൻ. അങ്ങനെ വിളിക്കണമെങ്കിൽ താൻ ഏട്ടന്റെ പകുതിയെങ്കിലും എത്തണം. എന്നുവെച്ചാ റോഷൻ സാറിന്റെ പകുതി ഗുണമെങ്കിലും വേണോന്ന്. നിങ്ങൾ എന്നെ ഒരു വില്ലത്തിയായിട്ടാ കണക്കാക്കിയിരിക്കുന്നല്ലേ? ഒരാളുടെ പ്രവൃത്തിക്കനുസരിച്ചല്ലേ വിലയിരുത്താൻ പറ്റൂ. ജന്മന കിട്ടിയൊരു ചെറിയ കുശുമ്പ്, അത്രേ ഉള്ളൂ. അതിൽ കവിഞ്ഞൊന്നുമില്ല. അത് ഞങ്ങൾക്കൂടി തോന്നണം. സോറി, ഞാൻ കീർത്തിയോടും ചിന്നുവിനോടും നല്ലതല്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. ഇളയമ്മ ഓരോന്ന് പറഞ്ഞപ്പോ മോൾ എന്നോട് പിണക്കത്തിലാണോ? പിണക്കമുണ്ടല്ലേ? ഞാനൊരു ചോക്ലേറ്റ് തന്നാ മോള് വാങ്ങിക്കോ? ഇനി ഞാൻ മോളെ ഒന്നും പറയില്ല. ചെയ്താനൊക്കെ ആന്റി സോറി പറയാ. ചോക്ലേറ്റ് വാങ്ങിക്കോ. വാങ്ങിച്ചോ. മിടുക്കി കുട്ടി. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം? ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു. റോഷൻ എന്നോട് പറഞ്ഞു, കീർത്തിയോടും രാഹുലിനോടും കുഞ്ഞിനോടും ഒക്കെ സ്നേഹത്തിൽ ഇടപെടണമെന്ന്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അഞ്ജലിയുടെ ഗതി എനിക്കും വരുന്നു. ഓ, അതാണ് മാറിയത്. കാണിച്ചത് തെറ്റായി പോയിന്ന് എനിക്കും തോന്നി.
ഇളയമ്മ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു പോയി. അതാ പറ്റിയത്. റോഷനാണ് എന്റെ എല്ലാം. എനിക്ക് മറ്റാരുമില്ല ബന്ധുക്കളായി. സ്വന്തം ഒന്ന് പറയാൻ ആരുമില്ല. റോഷനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്തെങ്കിലും കാരണത്താൽ അദ്ദേഹം എന്നെ ഒഴിവാക്കിയ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നല്ല രീതിയിൽ നിന്ന് ആരും ഒഴിവാക്കില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ഏട്ടന് താനെന്ന് പറഞ്ഞ ജീവന. ഞാൻ നേരത്തെ സ്വപ്നയോട് പറഞ്ഞിരുന്നു, നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാനാ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നെ വെറുക്കരുത്, പിണക്കം കാണിക്കരുത്. റോഷന്റെ സന്തോഷം ഇല്ലാതാക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ശരി ശരി, നന്നായ തനിക്കല്ലത്. ഇവരുടെ പിണക്കം മാറി, മോളുടെ പിണക്കോ മാറിയില്ലേ? അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കൊന്നും വേണ്ട അവളെ. മോളിത് കഴിക്കണ്ട. ഇതില് മറ്റെന്തെങ്കിലും പുരട്ടിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. ഞാൻ മോക്ക് വേറെ ചോക്ലേറ്റ് തരാം. വാ. എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഏയ് വെറുതെ. ആ, എനിക്കും ബോറടിച്ചു കേട്ടോ. എന്തുപറ്റി? വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയോ? ഹണിമൂണിന് പോവാൻ ഇവിടുന്ന് ഇറങ്ങി പാതി വഴിയിൽ തന്നെ തിരിച്ചു വരേണ്ടി വന്നു. എയർപോർട്ടിൽ പോലും എത്തിയില്ല. അത് രാഹുലിന് അസുഖമായതുകൊണ്ടല്ലേ? അതിനുശേഷം അസുഖമൊന്നുമില്ലല്ലോ. എന്നിട്ട് പോയോ? രാഹുലും കീർത്തിയൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാനും അത് വിട്ടു. ട്രിപ്പ് പോകുന്നെങ്കിൽ നമ്മൾ 4 പേരും ഒന്നിച്ചു പോകും, അല്ലെങ്കിൽ പോകുന്നില്ല. അങ്ങനെയല്ലേ തീരുമാനിച്ചേ? ഒന്നിച്ചു പോവാലോ, അതിനിപ്പോ എന്താ കുഴപ്പം? കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും മതി. ഒരു 3-4 ദിവസത്തെ ട്രിപ്പ്. പോകുന്നെങ്കിൽ നാളെയോ മറ്റന്നാളോ പോണം. അധികം നീട്ടരുത്. എനിക്കും സന്തോഷമുള്ള കാര്യ. മനസ്സൊന്ന് ഫ്രഷ് ആവും ട്രിപ്പ് പോയാ. അതെ അതെ. കീർത്തിയും രാഹുലും വരൂ. കുഞ്ഞിനെ ഇവിടെ വിട്ട് മോളെയും കൂട്ടട്ടെ. എന്ത് വന്നാലും മോളെയും കൊണ്ടുപോകണം. മോളുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവും. അവളുടെ അമ്മയല്ലേ കീർത്തി. മോളെയും കൂട്ടാതെ പോകുന്നത് മഹാപാപ. താനുമായിട്ട് ചെറിയ രസക്കേടിലല്ലേ കീർത്തി മോളും. തന്റെ കൂടെ ടൂറിനൊക്കെ പോവാന്ന് പറഞ്ഞ അവര് വരുവോ? റോഷനിത് ഏത് ലോകത്താ? ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു രസക്കേടും ഇല്ല. കീർത്തിയും രാഹുലും ചിന്നുവും ഞാനും ഒക്കെ ഇപ്പൊ നല്ല കമ്പനിയാ. അതെങ്ങനെ സംഭവിച്ചു? റോഷൻ അവരോട് പെരുമാറുന്ന പോലെ സ്നേഹത്തിൽ ഞാനും അവരോട് പെരുമാറണമെന്ന് റോഷൻ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ പെരുമാറി. അവരെ തിരിച്ചു. ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കണ്ടേ? അതിന്റെ കടമയല്ലേ? പിന്നെ എന്തിനാ വെറുതെ പിണക്കമൊക്കെ? റോഷൻ പറയുന്നതാ ശരി. എല്ലാരെയും സ്നേഹിക്കുക. സന്തോഷമായി എനിക്ക്. റോഷൻ അവരുമായിട്ട് സംസാരിക്കുക. അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം. പിന്നെ മോളെയും കൊണ്ടുവരണമെന്ന് പ്രത്യേകം പറയണം. പറയാം. അവരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചിരിക്കും.
ചിന്നുവിടെ? അപ്പുറത്തുണ്ട്. ആ, ഏട്ടൻ പറഞ്ഞിട്ട മോളോട് നമ്മളോടൊക്കെ സ്വപ്ന സ്നേഹം കാണിക്കുന്നത്. അവളുടെ മനസ്സ് മാറ്റിയെടുക്കുന്നത് മോളെ വളർത്താൻ ഏട്ടൻ ആഗ്രഹിക്കുന്നോണ്ട് തന്നെയാണ്. താൻ സംശയിക്കുന്നു വേണ്ട അവളെ. ഇതിന് പിന്നിൽ ഏട്ടൻ തന്നെ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്ന തോന്നുന്നു. എത്രയും പെട്ടെന്ന് മോളോട് സത്യം പറയുന്ന നല്ലത്. ഇനി വൈകിപ്പിക്കരുത്. അവളെങ്ങനെ പ്രതികരിക്കുമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. കൊച്ചുകുട്ടിയല്ലേ അവള്. അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു ആ കുഞ്ഞിന്റെ മനസ്സിൽ. ഒടുക്കം ഞാനാണ് അമ്മയെന്ന് പറഞ്ഞു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിലവള്. ഒരു നിമിഷം എല്ലാം കള്ളമാണെന്ന് പറയുമ്പോ മോളത് എങ്ങനെ സഹിക്കും രാഹുൽ? പറഞ്ഞല്ലേ പറ്റൂ കീർത്തി. രാഹുൽ, വരൂ ഏട്ടാ. എനിക്ക് അകത്തോട്ട് കേറാലോ അല്ലേ? പിന്നെന്താ, ഇവിടെ ഒരു സ്വകാര്യമില്ല. വിവാഹശേഷം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം സംഭവബഹുലമായിരുന്നല്ലോ അല്ലേ? അതെ. ആ, അതിനിടയില് പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും മറന്നു. എന്താ ഏട്ടാ? ഹാ, നമ്മുടെ ഹണിമൂൺ ട്രിപ്പ്. ആ ശരി. അന്ന് പുറപ്പെട്ടുവെങ്കിലും മടങ്ങേണ്ടി വന്നു. നിനക്ക് അസുഖമായതിനാൽ. പിന്നീട് പോവാന്ന് അന്ന് പറഞ്ഞതാ. പക്ഷേ അത് നമ്മൾ മറന്നു. ഇപ്പൊ സ്വപ്നയെ ഓർമ്മിപ്പിച്ചേ. നമുക്കെല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോയാലോ? അതൊന്നും വേണ്ട റോഷൻ സാർ, ലേറ്റ് ആയില്ലേ? ഹണിമൂൺ എന്ന വാക്ക് മാറ്റിയാ മതി. ഒരു ട്രിപ്പ് പോണെന്ന് പറഞ്ഞ പോരെ, പ്രശ്നം തീർന്നില്ലേ? ചിന്നുന്റെ സ്കൂള് തുറന്നില്ലേ, അതുകൊണ്ട് ഒരു 2-3 ദിവസം, ഏറി വന്ന ഒരു 4 ദിവസം, അത്രയും മതി കീർത്തി. വിദേശത്തേക്കൊന്നും പോണ്ട. നമുക്ക് ഈ ദൈവത്തിന്റെ സ്വന്തം നാട് കേരളത്തിൽ തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങാം. ലോകം മുഴുവൻ ചുറ്റിയവര് പറയുന്നു നമ്മുടെ കേരളമാണ് ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ പ്രദേശം. നമുക്ക് ഇവിടത്തെ കാഴ്ചകൾ കാണാം. ഇപ്പൊ അത് വേണം? വേണം. ഒന്ന് നമ്മുടെ മൂടൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നേ. മുമ്പായിരുന്ന നിങ്ങള് സ്വപ്നയായിട്ട് അത്ര രസത്തിലായിരുന്നില്ല. ഇപ്പൊ പിണക്കൊക്കെ മാറിയില്ലേ? പിന്നെന്തിനാ മടി? സ്വപ്നയും വലിയ ഉത്സാഹത്തിലാ. വാ. എന്നാലും ആ, പിടികിട്ടി. ചിന്നുവിനെ ഇവിടെ നിർത്തി പോകുന്നതിന്റെ വിഷമമല്ലേ? അതല്ലേ പോകണ്ടെന്ന് പറയുന്നത്. ഒരു കുഴപ്പമില്ല, ചിന്നു നമ്മുടെ കൂടെ വരട്ടെ. ചിന്നുമോള് കൂടെ ഉണ്ടാവുന്ന ഒരു രസമല്ലേ? എന്തായാലും അവളെയും കൂടെ കൂടെ കൂട്ടി നമുക്ക് അടിച്ചു പൊളിച്ചു പോയിട്ട് വരാം. ഏട്ടന്റെ ഈ ഉത്സാഹം കാണുമ്പോ എതിര് പറയാൻ തോന്നുന്നില്ല. നമുക്ക് പോകാം കീർത്തി. എല്ലാവരും തീരുമാനിച്ചെങ്കിൽ ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല. നമുക്ക് പോവാം. എവിടെ പോകുന്ന ഏട്ടൻ തീരുമാനിച്ചോ? ആലുവയില് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഭീകര റിസോർട്ട് ഉണ്ട്. ആദ്യം നമുക്ക് അവിടെ പോവാം. ഒരു ദിവസം അവിടെ തങ്ങി പിറ്റേന്ന് യാത്ര തുടങ്ങും. ആലപ്പുഴ, മൂന്നാർ തുടങ്ങി ഒരുവിധം ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം ചുറ്റിക്കണ്ട് നമ്മൾ തിരിച്ചു വരുന്നു. എല്ലാം ഏട്ടന് ഇഷ്ടം പോലെ നടക്കട്ടെ. ഈ യാത്രക്കിടയിൽ ഞാൻ സ്വപ്നയോട് സത്യം തുറന്നു പറയും. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നുള്ള സത്യം തുറന്നു പറയും. ചിന്നു കീർത്തിയുടെ മോളല്ലാന്ന് നമുക്ക് വളർത്താന്ന് പറയും. നിങ്ങൾ കണ്ടോ, അവളെ കൊണ്ട് ഞാൻ അതിന് സമ്മതിപ്പിക്കും. ഈ യാത്ര കഴിയുമ്പോ ചിന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും.
കീർത്തി ഇപ്പൊ മുന്നിലേക്കൊന്നും വരാറില്ലേ? എന്തിനു വരണം? അവരായി അവരുടെ പാടായി. ഞാനിപ്പോ അവരുടെ കാര്യമൊന്നും ചിന്തിക്കാറേ ഇല്ല. അയ്യോ അമ്മേ, ഇതൊക്കെ ഞാൻ ചെയ്യാറുന്നല്ലോ. അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ഓ സാരമില്ല മോളെ, കഴിഞ്ഞു. മോള് ചെന്ന് വിശ്രമിക്ക്. ഇങ്ങനൊരു അമ്മായിയമ്മ കിട്ടിയ ഞാൻ ഭാഗ്യവതിയാ. ഇങ്ങനൊരു മരുമോളെ കിട്ടിയ ഞാനും. പക്ഷേ മറ്റേ മരുമകളുടെ കാര്യത്തിൽ ചീറ്റിപ്പോയി. ചീറ്റി പോട്ടെ, അവള് കൊടുക്കേണ്ട സ്നേഹം കൂടി ഞാൻ കൊടുക്കും അച്ഛനും അമ്മയ്ക്കും, അല്ലമ്മേ? പറയുന്നത് കേട്ടോടി അനുപമേ, ഇങ്ങനെ വേണം മരുമക്കള്. അച്ഛനും അമ്മയ്ക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. റോഷനോട് ഞാൻ അത് തന്നെയാ പറഞ്ഞത്. പക്ഷെ പറഞ്ഞിട്ട് കേട്ടില്ല. കീർത്തിയുടെ കാര്യത്തിൽ റോഷൻ അച്ഛനും അമ്മയ്ക്കും വിഷമം ഉണ്ടാക്കി. മോളെങ്കിലും അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അമ്മ ഇപ്പൊ വീണ്ടും അച്ഛനും അമ്മയും വിഷമത്തിലാക്കുന്ന ഒരു തീരുമാനം എടുത്ത റോഷൻ. എന്താ സ്വപ്നം? മുമ്പ് ഹണിമൂൺ ട്രിപ്പ് മുടങ്ങിയല്ലോ, അതിന് പകരമായിട്ട് ഒരു ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്തു. ആഹാ, നിങ്ങൾ 4 പേര് ഒരുമിച്ചോ? 4 പേരല്ല, 5 പേര്. ചിന്നു ഉണ്ട്.